SSLC റിസൾട്ട് വന്നപ്പം എനിക്കൊരു സബ്ജക്റ്റിന് മാത്രം A ഗ്രേഡ് ആയിപ്പോയി. അത് ഇംഗ്ലീഷിനാണ്. പിന്നത്തെ ചിന്ത മൊത്തം റീവാലുവേഷൻ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോഴേക്കും മനസ്സിലായി മെയ് 12 മുതൽ 17 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഒരു ആവേശത്തിന് ഞാൻ 12 തന്നെ പോയി. രാവിലെ 9 മണിക്കാണ് കേട്ടോ പോയിനി. അപ്പോഴത്തേക്കാണ് സൈറ്റ് ഓപ്പൺ ആയിട്ടാ. 10 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുമെന്ന് അവർ പറഞ്ഞെങ്കിലും ഓപ്പൺ ആയിട്ടേ ഇല്ല. 12 മണി വരെ ആടെ ഇരുന്നതിന് ശേഷം ബുക്ക് സ്റ്റാളിൽ കുറച്ച് ബുക്സ് വാങ്ങാൻ വേണ്ടി പോയി. എന്നിട്ട് ആടെ കളിക്കൂട് കണ്ടു. കുറച്ച് സന്തോഷത്തിന് അത് മറിച്ച് നോക്കി. പോയ കാര്യമോ നടന്നില്ല. ഇതിലെങ്കിലും കുറച്ച് സന്തോഷം കണ്ടെത്താൻ മറിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി. എന്തായാലും നടക്കൂല മനസ്സിലായിട്ട്. പിന്നെ പിറ്റേ ദിവസം വരാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വന്നു. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം വന്നിട്ടും സൈറ്റൊന്നും ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ആടെ കുറേ സമയം ഇരുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ വീണ്ടും പോയി. അപ്പോഴത്തേക്ക് അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്മേൻ്റെ വീട് കാങ്ങൂല. അപ്പോൾ ആടെ ഒരു അക്ഷയ ഉണ്ടായി. ആടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ നേരെ പൈനൂരിലേക്കാണ് വന്നിനി. അപ്പോഴത്തേക്ക് ആടെ നിന്നാണ് സെറ്റായത്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വേറൊരു കാര്യമാണ് കമൻറ്റ് ചെയ്യണേ. എന്നെ പോലെ തന്നെ ഫുൾ A+ പ്രതീക്ഷിച്ചിട്ട് 9 A+ ആയിട്ട് ദുഃഖിച്ചിരിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്? നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് വല്ലാത്തൊരു ഫീലല്ലേ അവർ A+ പോയത്. എന്നാൽ പിന്നെ ശരി.